മിടുക്കൻ, ഒരു സ്കൂളിൽ പഠിക്കുന്ന മിടുക്കൻ സ്വന്തമായി ഗെയിം ഡെവലപ്പ് ചെയ്യുക, ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ സ്കൂളിലെ താരമായി മാറിയിരിക്കുകയാണ് അദിത്. കാണാം. നിലമ്പൂർ പരാമ GUP സ്കൂളിന്റെ അഭിമാനമാണ് ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥി അദിത് താർ. ചെറുപ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ അസാമാന്യമായ കഴിവുകളാണ് ഈ കൊച്ചുമിടുക്കന്. കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാൻ മുത്തശ്ശി വാങ്ങി നൽകിയ ഒരു പഴയ ലാപ്ടോപ്പിൽ നിന്നാണ് അദിത്തിന്റെ കമ്പ്യൂട്ടർ യാത്ര ആരംഭിക്കുന്നത്. ഗെയിം ഡെവലപ്പർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നീ സ്വപ്നങ്ങളുമായി തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഗൂഗിൾ പോലൊരു വലിയ കമ്പനി തുടങ്ങുക എന്ന സ്വപ്നത്തിലാണ്. ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം തന്നെ 2 ഗെയിമുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. 3D ഗെയിം നിർമ്മിക്കാൻ എടുത്തത് വെറും 2 ദിവസമാണ്. 2D ഗെയിമിനാകട്ടെ അര ദിവസവും. ഗെയിം കളിച്ചപ്പോൾ കണ്ട ലോഗോയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളും യൂട്യൂബിൽ യാദർച്ഛികമായി ഗെയിം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടതും അങ്ങനെ ഗെയിം ഡെവലപ്പിംഗിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. 3ാം ക്ലാസ് തുടങ്ങി പകുതിയായപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് പഠിക്കാൻ തുടങ്ങി. C++ വരെ. അന്ന് ഞാൻ C++ വരെ പഠിക്കുമ്പോൾ വല്ലാത്തൊരു തലയ്ക്ക് കയറണം ഉണ്ടായിരുന്നില്ല, വല്ലാത്ത ഇതായിരുന്നു. പിന്നെ ഞാൻ പൈത്തൺ മുതൽ ഇങ്ങനെ പഠിച്ച് അങ്ങനെ പോയി. 2 മാസത്തിലേറെ സമയമെടുത്താണ് സ്കൂൾ വെബ്സൈറ്റ് നിർമ്മിച്ചത്. വെബ്സൈറ്റുകളിലും യൂട്യൂബുകളിലുമുള്ള ഫ്രീ കോഴ്സുകൾ അറ്റൻഡ് ചെയ്താണ് അദിത് ഇതെല്ലാം പഠിച്ചെടുക്കുന്നത്. അദിത് 2025 എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഈ കൊച്ചുമിടുക്കൻ തുടങ്ങിയിട്ടുണ്ട്. കോഡിംഗ് പഠിപ്പിക്കൽ, ഗെയിം നിർമ്മാണം, IT സാധ്യത എന്നിവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് അദിത്തിന്റെ സ്വപ്നം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അപ്പോൾ അരുൺ അമർനാഥ് പറയും മിടുക്കിനെ കുറിച്ച്. അരുൺ, ഇപ്പോൾ ഈ അവധിക്കാലമാണ്, പിള്ളേരൊക്കെ ഫോൺ എടുത്തിരിക്കും, ലാപ്ടോപ്പൊക്കെ എടുത്തിരിക്കും. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ കുറേ പേരൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള മിടുക്കർ അതിൽ എന്തൊക്കെ സാധ്യതകൾ കണ്ടെത്തുകയായിരിക്കും. എങ്ങനെയാണ് ഇങ്ങനെയൊരു കുട്ടി ശാസ്ത്രജ്ഞൻ രൂപപ്പെട്ടത്? ദിവിഷ്, അതായത് നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോൺ മതിയല്ലോ, ഇപ്പോഴത്തെ ഫോണിലാണ് കുട്ടികൾ മുഴുവൻ എന്നൊക്കെ. പക്ഷേ സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ, ഈ ഇൻ്റർനെറ്റ് ഒക്കെ എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന് കാണിച്ചു തരുന്ന പല മിടുക്കരും ഈ പറയുന്ന ന്യൂജൻ കിഡ്സിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് നിലമ്പൂരിലെ ഈ 10 വയസ്സുകാരൻ മിടുക്കൻ അദിത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നിലമ്പൂർ പറമ്പ GUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ 10 വയസ്സിനിടെ 2 ഗെയിം നിർമ്മിച്ചു, സ്കൂളിന് വേണ്ടി ഒരു വെബ്സൈറ്റ് സൃഷ്ടിച്ചു. അങ്ങനെ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങും ഒക്കെ ആയി മുന്നോട്ട് പോവുകയാണ് ഈ കൊച്ചു മിടുക്കൻ എന്ന് പറയുന്നത്. കൂട്ടുകാർക്കും ഒക്കെ ഒരു മാതൃക തീർത്തുകൊണ്ട് ഈ കോഡിങ്ങിൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ യൂട്യൂബ് ചാനലിലൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിച്ചും ഒക്കെയാണ് ഈ കൊച്ചു മിടുക്കൻ മുന്നേറുന്നത്. ഈ കോവിഡ് കാലത്താണ് അദ്ദേഹത്തിന് മുത്തശ്ശി വാങ്ങിക്കൊടുത്ത ഒരു പഴയ ലാപ്ടോപ്പിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി കൊടുത്ത പഴയ ലാപ്ടോപ്പാണ്. അതിൽ ഈ ഇൻ്റർനെറ്റിലൂടെ യൂട്യൂബിലൂടെ ഒക്കെയാണ് പലതും പഠിക്കുന്നത്. അങ്ങനെ കണ്ടറിഞ്ഞു, അതിൽ പ്രാവർത്തികമാക്കി, അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇനി മുന്നോട്ടേക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പിന്തുടരാൻ അദ്ദേഹത്തിന് എന്തായാലും സാധിക്കട്ടെ എന്നുള്ളതാണ് നമുക്കും ആശംസിക്കാനുള്ളത്. കാരണം ഇന്നത്തെ തലമുറയിൽ തന്നെ ഏറ്റവും പ്രസക്തിയുള്ളൊരു കാര്യം കൂടിയാണ് അദിത് പറഞ്ഞു വെക്കുന്നത്. ഈ 2K കിഡ്സും ആൽഫ കിഡ്സും എന്നൊക്കെ പറയുന്ന വിഭാഗം പല കാര്യങ്ങൾ സമൂഹത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം നല്ല മാതൃകകളും ഉണ്ട്, പോസിറ്റീവ് സന്ദേശങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഒരു 10 വയസ്സുകാരനാണ് ഇത്തരത്തിലൊരു മാതൃക കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗൂഗിൾ പോലുള്ളൊരു വലിയ കമ്പനി തുടങ്ങണം എന്നുള്ളതാണ്. അത്തരത്തിൽ അതിൻ്റെ സ്വപ്നങ്ങൾ അതിത്ത് പറഞ്ഞതുപോലെ തന്നെ അതിന് പിന്നാലെ പോയിക്കോട്ടെ, അതിലേക്കുള്ള ചുവടുവെപ്പ് ആയിക്കൂടെ ഇത് മാറട്ടെ. ശരി, എന്തായാലും വേനൽക്കാല അവധിയാണ്, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അതിനെ പോലെ എങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ അതിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന കുട്ടികൾ അത് ഉപയോഗിക്കട്ടെ. അത് വെറുതെ സമയം കളയാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അച്ഛനമാർ കണ്ടറിഞ്ഞ് അവരെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി ഇടപെടാൻ ശ്രമിക്കും.